കൊടൈക്കനാലിനെ വെല്ലുന്ന ഗ്രാമങ്ങൾ. കൊടൈക്കനാലിൽ നമ്മളിൽ പലരും പലതവണ പോയിട്ടുണ്ടാകും. മനോഹാരിതയിലും ഉയരത്തിലും സുഖകരമായ കാലാവസ്ഥയിലും അതിനു മേലെയുള്ള ഗ്രാമങ്ങളുണ്ട് അതിനടുത്ത്. അതുകൊണ്ട് ഇനി കൊടൈക്കനാൽ മാത്രം കണ്ടു മടങ്ങരുത്, കുറച്ചുകൂടി മുന്നോട്ട് പോകണം. കൊടൈക്കനാലും കടന്ന് തുടർന്ന് 40 കിലോമീറ്റർ സഹ്യൻ്റെ പെരുമാറിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന പൂമ്പാറ, കൂക്കൽ, മന്നമന്നൂർ, പൂണ്ടി, പോലൂർ, ക്ലാവര തുടങ്ങിയ മനോഹര ഗ്രാമങ്ങളാണവ. ഹരിത മനോഹരമായ മലഞ്ചെരുവുകളിലെ കർഷക ഗ്രാമങ്ങൾ. തമിഴ്നാട്ടിലെന്നല്ല, എവിടെയും ഗ്രാമങ്ങൾ നന്മകളാൽ സമൃദ്ധമാണല്ലോ. ഓരോ യാത്രയിലും അവിടുത്തെ ഗ്രാമങ്ങൾ കൂടി അറിഞ്ഞാലേ ആ യാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. സഹ്യൻ്റെ മലഞ്ചെരുവുകളിലെ തട്ടുതട്ടായ കൃഷിയിടങ്ങളിൽ പട്ടാണിപ്പയറും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും ക്യാബേജും ക്യാരറ്റുമൊക്കെ കൃഷി ചെയ്യുന്ന ഗ്രാമീണ ജീവിതം തൊട്ടറിയാനും കൊടൈക്കനാലിനെ വെല്ലുന്ന പ്രകൃതി ഭംഗിയും ശീതള കാലാവസ്ഥയും ആസ്വദിക്കാനുമുള്ള അവസരമാണ് പൂണ്ടി യാത്ര. തമിഴിൽ പൂട് എന്നൊക്കെ പറയുന്നത് വെളുത്തുള്ളിയാണ്. അവിടെ പ്രധാനമായും വെളുത്തുള്ളി കൃഷിയുള്ളത് കൊണ്ടാണ് പൂണ്ടി എന്ന പേര് രൂപപ്പെട്ടത്. മൂന്നാർ, മറയൂർ, ചിന്നാർ, തേനി, പളനി വഴിയോ, മൂന്നാർ ഗ്യാപ്പ് റോഡ് ബോഡിമെട്ട് വഴിയോ, പാലക്കാട് പൊള്ളാച്ചി വഴിയോ പൂണ്ടിയിലേക്ക് യാത്ര പോകാം. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ പത്തനംതിട്ട, കുമിളി, കമ്പം വഴി പോകുന്നത് വളരെ മനോഹരമായ യാത്രാനുഭവം നൽകും. വേഗത്തിലെത്തണമെങ്കിൽ നാഗർകോവിൽ, മധുര, പഴനി വഴി പോകാം. അല്ലെങ്കിൽ പുനലൂർ, ആര്യങ്കാവ്, തെങ്കാശി, രാജപാളയം വഴിയും പോകാം. ഏതു വഴിയാണെങ്കിലും കൊടൈക്കനാലിൽ കടന്നു മാത്രമേ ഈ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കാനാവൂ. ഗ്രാമീണർ പക്ഷേ കേരളത്തിലെ വട്ടവടയിൽ നിന്ന് തമിഴ്നാട്ടിലെ ക്ലാവരയിലൂടെ ഈ ഭാഗത്തേക്കും തിരിച്ചും കാർഷിക വിപണനത്തിനായി നടന്ന് സഞ്ചരിക്കാറുണ്ട്. കോവർ കഴുതപ്പുറത്ത് മലഞ്ചരക്കുകൾ കയറ്റി നടന്നാണ് അവർ വരിക. നമ്മൾ പക്ഷേ ഏത് വഴി സഞ്ചരിച്ചാലും പളനിമലയുടെ സമീപത്തു കൂടി അല്ലാതെ നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകാൻ കഴിയില്ല. പളനിമല കഴിയുന്നതോടെ പാലാർ തടാകത്തിൻ്റെ കാഴ്ചകൾ തുടങ്ങും. പിന്നെ കൊടൈക്കനാൽ മലനിരകളിലെ വളഞ്ഞു പുളഞ്ഞുള്ള വഴിയിലൂടെ മുകളിലെത്തുന്നതുവരെയും വിശാലമായ പാലാർ തടാകം അങ്ങ് താഴെ ചെറുതായി മാറുന്നതുവരെ പലപ്പോഴായി വീണ്ടും കാണാം. കൊടൈക്കനാൽ വഴിയുള്ള യാത്ര ആയതിനാൽ ഓൺലൈൻ പാസ് നിർബന്ധമായിരുന്നു. പ്ലാസ്റ്റിക് നിരോധനം ഉള്ളതിനാൽ വെള്ളം 5 ലിറ്റർ ബോട്ടിലല്ലാതെ ചെറുതൊന്നും അവിടേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഈ യാത്ര സംഘടിപ്പിച്ചത് യൂസഫ് വെണ്ണല എന്ന പെരുമ്പാവൂരുകാരനായ സുഹൃത്താണ്. അദ്ദേഹം ഇത്തരം ചെറിയ യാത്രകൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ശശി എന്നൊരാളുടെ മഡ് ഹൗസുകളുള്ള പൂണ്ടിയിലെ റിസോർട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. രുചികരമായ ഭക്ഷണവും ഞങ്ങളെ ചെറുതായൊന്ന് വിറപ്പിക്കാൻ ശ്രമിച്ച കുളിരിനെ വിറപ്പിക്കാൻ വിറകുകൾ കൂട്ടി കത്തിച്ച ക്യാമ്പ് ഫയറും അതിനു ചുറ്റുമിരുന്നുള്ള സൊറ പറയലും ഒക്കെ ചേർന്ന രസകരമായ താമസമായിരുന്നു അവിടെ. രാവിലെ ചായയും കുടിച്ച് പ്രഭാത സൂര്യൻ്റെ പൊൻകതിരുകൾ മഞ്ഞിൻ പുതപ്പിനെ തുളച്ചിറങ്ങി തങ്കവർണ്ണമാക്കിയ പോലൂരിലെ പാടശേഖരങ്ങൾ കണ്ടുകൊണ്ട് ഒരു പ്രഭാത സവാരി. വെളുത്തുള്ളിച്ചെടികളുടെ ഇലകളിൽ പറ്റിയിരിക്കുന്ന മഞ്ഞിൻ കണങ്ങൾ വെയിലേറ്റു തിളങ്ങുന്നുണ്ടായിരുന്നു. പൈൻമരങ്ങളെ കാവൽ നിർത്തിയിരിക്കുന്ന കൃഷിയിടങ്ങൾ തൻ്റെ വീടിനേക്കാളും ആരാധനാലയത്തെക്കാളും വെടുപ്പായി ഒരു കരിയില പോലും വീഴാൻ അനുവദിക്കാതെ അവർ സൂക്ഷിക്കുന്ന അവരുടെ കൃഷിയിടങ്ങളുടെ വരമ്പുകളിലൂടെ വിവിധയിനം കൃഷിരീതികളും മറ്റും കണ്ട് മനസ്സിലാക്കി ചെറുവെള്ളച്ചാട്ടങ്ങളും മറ്റും ആസ്വദിച്ചു കൊണ്ടുള്ള ആ പ്രഭാത സവാരി എന്നൊന്നും സ്മരിക്കാവുന്ന ഓർമ്മകളാണ് സമ്മാനിച്ചത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ക്ലാവര എന്ന ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിനപ്പുറം കേരളമാണ്. അത് നിർദ്ദിഷ്ട കുറിഞ്ഞിമല സാങ്ച്വറിയുടെ ഭാഗങ്ങളാണ്. തുടർന്ന് മന്നമന്നൂർ ഗ്രാമവും അവിടുത്തെ ചെമ്മരിയാട് ഫാമും അതിനുള്ളിലെ മനോഹരമായ തടാകവും കൂക്കൽ തടാകവും ഗ്രാമക്കാഴ്ചകളും പൂമ്പാറ ഗ്രാമവും ഒക്കെ സന്ദർശിക്കാം. മന്നമന്നൂരിൽ സർക്കാർ എക്കോ ടൂറിസം നടപ്പാക്കിയിട്ടുണ്ട്. അവിടെ ട്രക്കിങ്ങും മറ്റു വിനോദങ്ങളും ലഭ്യമാണ്.
ഈ ഗ്രാമങ്ങൾ തേടിയെത്തുന്ന വർദ്ധിച്ചു വരുന്ന യാത്രികരെ സ്വീകരിക്കാൻ എല്ലാ ഗ്രാമങ്ങളിലും ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളുമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇവിടെ ഒരു പകൽ ഒന്ന് കറങ്ങി കണ്ട് മടങ്ങുന്നവരുണ്ട്. പക്ഷേ ഈ ഗ്രാമങ്ങളൊക്കെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ തങ്ങണം. അതിന് ഉച്ചതിരിഞ്ഞ് 3 മണിക്കെങ്കിലും അവിടെ എത്തണം. വൈകുന്നേരവും പ്രഭാതത്തിലുമുള്ള കാഴ്ചകളുടെ ഭംഗി മറ്റൊരു സമയത്തും കിട്ടില്ല. നക്ഷത്ര തിളക്കമുള്ള ഹോട്ടലുകളോ പകിട്ടോ ആഡംബരത്ത് മുറിപ്പുകളോ ഇല്ലാത്ത, വളരെ ചെലവ് കുറഞ്ഞ എന്നാൽ ആസ്വാദനത്തിൽ ഒരു കുറവുമില്ലാത്ത ഒരു കിടിലൻ യാത്ര ആസ്വദിക്കണമെങ്കിൽ പൂണ്ടിയിലേക്ക് വരൂ. ശരിക്കും മഞ്ഞ് പുതച്ച ഈ സ്വർഗത്തിലേക്കുള്ള യാത്ര എന്നെന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.